അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കനായ അബ്ദുൽ ഹഖ് സുലമി അവർകളെ, അതുകൂടാതെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അനീസുർ റഹ്മാൻ ആശമി അവർകളെ, അതുകൂടാതെ നമ്മുടെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള സാഹിബ്, ഹാരിസ് ബിൻ സലീം, യാസിൻ ബിൻ ഹംസ സാഹിബ് അടക്കമുള്ള പ്രിയമുള്ള നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ജാമിയ അൽ ഹിന്ദിന്റെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വളരെ താല്പര്യവും വരാൻ ആദ്യം തന്നെ വരണമെന്നും തുടക്കത്തിലെ കുറച്ച് സമയം കൂടിയിരിക്കണമെന്നും എല്ലാം ആഗ്രഹിച്ചതായിരുന്നു. കാരണം എൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ വന്ന് എൻ്റെ വീട്ടിൽ വെച്ച് ക്ഷണിച്ച് വന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഓടിയെത്തണമെന്നുള്ള ആഗ്രഹം വന്നു. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ജില്ലാ കൗൺസിൽ വന്ന് പെട്ടത്. അപ്പം അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ പോന്നു. അതുകൊണ്ട് എന്നാലും പോലും വൈകിപ്പോയി. സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാനിവർ വന്ന സമയത്ത് ചോദിച്ചു, എന്താ നിങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവരിവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചും ഇതിന്റെ കാര്യങ്ങളും വിശദീകരിക്കുകയുണ്ടായി. ഇതിൽ വളരെ പ്രയോജനപ്രദമായ പല കാര്യങ്ങളും എനിക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. പല വിധത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇതിന്റെ എന്തെല്ലാണ് ഇതിൽ വിഭാവനം ചെയ്യുന്നതെന്ന കാര്യം ഈ ലഘുലേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് പൊതുവായിട്ടുള്ള കോളേജുകളുണ്ട്, ആത്മീയമായ വിദ്യാഭ്യാസവും അതുപോലെ ഭൗതിക വിദ്യാഭ്യാസവും കൂട്ടി യോജിപ്പിച്ച് പോകുന്ന സ്ഥാപനങ്ങളുണ്ട്, അഫ്ദൽ ഉലമ കോളേജുകളുണ്ട്, അറബി കോളേജുകളുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള സംഗതികളുണ്ട്. അപ്പോൾ ആ കോളേജുകളിലെല്ലാം ഒരു 6 കൊല്ലം ഒരു വകുപ്പിന് ചുമതല വഹിച്ച ആളെന്ന നിലയിൽ ഇതിന്റെ ഓരോന്നിന്റെയും സ്വഭാവം അടുത്ത് മനസ്സിലാക്കുവാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അഫ്ദൽ ഉലമ കോളേജുകളെ ഡിഗ്രി കോളേജുകളായിട്ട് അംഗീകരിപ്പിച്ചതും അഫ്ദൽ ഉലമ കോളേജുകളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് ഹെഡ് മാസ്റ്റർമാരുടെ ശമ്പള സ്കെയിലിന് തൊട്ട് മേലിലുണ്ടായിരുന്നത് മാറ്റി പ്രീ UGC സ്കെയിലാക്കി മാറ്റിയതും അന്ന് ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അത് UGC സ്കെയിലിനോട് തുല്യപ്പെടുത്തി. കേരളത്തിൽ ചില അറബി കോളേജുകൾ ശരിക്കു പറഞ്ഞാൽ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരുണ്ട്. അഫ്ദൽ ഉലമ ഡിഗ്രിയോട് തുല്യപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ ലെവലിലും +2 ലെവലിലും അറബി പഠിപ്പിക്കുന്നുണ്ട്, ഉറുദു പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകൾക്ക് പുറമെ ത്രിഭാഷാ പദ്ധതിക്ക് പുറമെ ഇതും കൂട്ടി പഠിപ്പിക്കുന്നുണ്ട്. ആ സിസ്റ്റം ഇവിടെയുണ്ട്. കോളേജുകളിൽ BA അറബിക്ക്, MA അറബിക്കൊക്കെ ഉണ്ട്. ഉള്ള ഒരു സൗകര്യമുള്ള നാട് നമ്മുടെ നാട്. ഇനി ഓരോന്നിനും വളരെ വലിയ പങ്ക് നിർവഹിക്കാനുണ്ട്. അതെല്ലാം അതിന്റെ വഴിക്ക് നടക്കട്ടെ, നല്ല നിലയിൽ അത് പോകുന്നുണ്ട്. ആ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകളോട് സന്നിധരാണ്. അത് വലിയ സംഗതിയായിട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ ഈ രംഗത്ത് ഒരു പോരായ്മയുണ്ട്. ആ ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഒന്ന്, മാൻ പവർ ജനറേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി നീഡ്. ആവശ്യത്തിനനുസരിച്ച മാൻ പവർ ജനറേഷൻ. അപ്പൊ എന്താ ആവശ്യം? ഒന്നാമത്തെ ആവശ്യം, ദഅ്വ രംഗത്ത് ബഹുഭാഷാ പണ്ഡിതന്മാരായ നല്ല അറിവുള്ള യുവാക്കളെ ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിലെ മാൻ പവർ ജനറേഷൻ പ്രധാന സംഗതി അതാണ്. ലോകത്ത് എവിടെ പോയിരുന്നാലും ദഅ്വ പ്രവർത്തനം നടത്താൻ കഴിയുന്ന നല്ല പ്രതിഭാശാലികളെ ചെറുപ്പക്കാരുടെ പോരായ്മയുണ്ട്. പോരായ്മ തന്നെയാണ്, യാതൊരു സംശയമില്ല. നമുക്ക് ധാരാളം ഡിഗ്രി എടുത്തവരുണ്ട്, നമ്മുടെ സംഗതിയിലൊക്കെ ധാരാളം ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിഭാഗത്തിന്റെ പോരായ്മ നമുക്കുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ നിന്നിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ വിവരം അറിയുന്നില്ല. പുറത്തു പോയാലേ നമ്മൾ വിവരം അറിയുള്ളൂ. കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിചാരം എല്ലാം തികഞ്ഞ ഒരു സ്ഥിതിയാണ് എന്നുള്ളതാണ്.
അങ്ങനെയല്ല. ഞാൻ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ, ആസാമിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നമുണ്ടായ സമയത്ത് അഹമ്മദ് സാഹിബിൻ്റെ ഒക്കെ കൂടെ ഞാൻ അവിടെ പോയിരുന്നു, അത് കാണാൻ വേണ്ടി. അവിടെ കുറച്ച് റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ പാർട്ടിനെ നടത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന സമയത്ത് 8 മണിക്കാണ് ഞങ്ങളൊരു ക്യാമ്പിൽ ചെന്നത്. അപ്പോൾ രാത്രി 8 മണിക്ക്. അപ്പോൾ ഇതേമാതിരി കുറച്ച് മഴയുണ്ട്, 1600ഓളം ആളുകളുണ്ട്. അവർ താമസിക്കുന്നത് ഒരു സ്കൂൾ ബിൽഡിങ്ങിലാണ്. സ്കൂൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്കൂൾ ബിൽഡിംഗ് പോലെയൊന്നുമല്ല, ചോർന്നൊലിക്കുന്ന സ്കൂൾ ബിൽഡിംഗാണ്. ഈ 1600 ആളുകൾക്ക് ഉള്ളത് 2-3 ബാത്റൂമാണ്, കക്കൂസാണ്. അങ്ങനെ ഇവർ ജീവിക്കുകയാണ് ഇവിടെ. അപ്പോൾ 8 മണി സമയമായ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ റഹ്മത്തുള്ള കാസിം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവരോട് ചോദിച്ചു, അദ്ദേഹത്തിന് കുറച്ച് ഉറുദു അറിയാം, നിങ്ങൾ എത്ര പേരിന്ന് മഴരി നിസ്കരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു അദ്ദേഹം. സത്യം പറഞ്ഞാൽ അവരാരും മഴരി നിസ്കരിച്ചിരുന്നില്ല. മഴരി നിസ്കരിച്ചില്ലെന്നുള്ളത് മാത്രമല്ല പ്രശ്നം, ശരിക്ക് പറഞ്ഞാൽ കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ പോലും വൃത്തിയായിട്ട് അറിയാത്തവരാണ്. ഒരു ഫാത്തിഹ സൂറത്ത് പോലും അറിയാത്തവരാണ്. അങ്ങനെ ഒരുപാട് ജനങ്ങളുണ്ട് ഈ രാജ്യത്ത്, ഈ ഇന്ത്യക്കകത്ത് തന്നെ. പുറത്തുള്ള കാര്യം വേറെ. എൻ്റെ മകൻ ഒരു ജമാഅത്തിൽ പോയിരുന്നു, ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ. അവൻ വന്ന് പറയായിരുന്നു, നിസ്കരിക്കാൻ സുജൂദ് ചെയ്താൽ നെറ്റിമന് മണ്ണ് പുരളാത്ത ഒറ്റ പള്ളി അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് ലോക സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഈ സുഭിക്ഷതയുടെ നടുവിൽ നമ്മൾ അറിയുന്നില്ല ലോകത്ത് എന്ത് സംഭവിക്കുന്ന കാര്യം. അപ്പൊ എന്ത് വേണം? എക്സ്പോർട്ടിംഗ് ഓഫ് റിസോഴ്സസ്. നമ്മളെ കയ്യിലുള്ള വിഭവശേഷി, പണം കൊണ്ടായിരുന്നാലും ശരി, പാണ്ഡിത്യം കൊണ്ടാണെങ്കിലും ശരി, ഏത് നിലയിലായിരുന്നാലും അത് ഇന്ത്യക്കകത്തെ ഇതൊന്നും കിട്ടാത്തവരുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു സംഗതി നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത വെച്ച് നോക്കുന്ന സമയത്ത് അതിന് പറ്റിയ കുട്ടികളെ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത പഠിച്ചവൻ സഹായിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത സംഗതി പ്രകാരമാണെങ്കിൽ നടക്കും. കാരണം ഇവിടുന്ന് കിട്ടുന്ന അറിവിന് ആഴമുണ്ട്. കാരണം ഷയ്യ കോളേജ്, മറ്റ് സംഗതികൾ, ഇതിലൂടെ ആർജിക്കുന്ന വിജ്ഞാനം അവതരിപ്പിക്കാൻ പറ്റിയ കുട്ടികൾക്ക് രൂപം നൽകുവാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഇതിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് നടന്നാൽ ആദ്യത്തെ സംഗതി നിറവേറി ഇൻഷാ അല്ലാഹ്. അതായതിന് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, ലോകത്തിൽ അടുത്ത കാലത്ത് വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും ആവശ്യമുള്ള മനുഷ്യ വിഭവശേഷി അറബിക് പ്ലസ് ഇംഗ്ലീഷ്, അറബിക് ഉറുദു പ്ലസ് ഇംഗ്ലീഷ് എന്ന് തുടങ്ങിയിട്ടുള്ള ഭാഷാ പഠനത്തിനാണ്. ചില്ലറയല്ല. ലോകത്തിലെ മാൻ പവർ റിക്വയർമെന്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലം ഇംഗ്ലീഷും അറബിയും ആ പഠിച്ചിട്ടുള്ള ആളുകളുടെ ജോലി സാധ്യത വളരെ വലുതാണ്. ശാസ്ത്രീയ രംഗത്ത്, റിസർച്ചിന്റെ രംഗത്ത്, പബ്ലിഷിങ്ങിന്റെ രംഗത്ത്, ട്രാൻസ്ലേഷന്റെ രംഗത്ത് ലോകത്തിൽ ഈ 2 ഭാഷകളും കൂടി അറിയുന്ന ആളുകളുടെ റിക്വയർമെന്റും ജോലി സാധ്യതയും വമ്പിച്ച തോതിലുള്ളതാണ്. ഒരു കാലത്ത് ഇന്റർനാഷണൽ ലിങ്ക് ലാംഗ്വേജ് ഇംഗ്ലീഷായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ വ്യാപാര ഭാഷ എന്നുള്ള നിലയിൽ അറബിക് വളരെ വലിയ തോതിൽ ഉയർന്നു വരികയാണ്. പെട്രോളിന്റെ എക്കോണമി നിയന്ത്രിക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ അതിൽ നിന്ന് ഉത്ഭവപ്പെട്ടു വന്നിട്ടുള്ള മാൻ പവർ റിക്വയർമെന്റ് വളരെ വലിയ ആകാശം പോലെ വലുതാണ്. ആ നിലയിൽ നോക്കുന്ന സമയത്ത് അതിന്റെ അനന്തമായ സാധ്യതകൾ ടേപ്പ് ചെയ്യാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. അത് പറ്റുന്ന വിധത്തിലാണ് നിങ്ങളിതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയെല്ലാം ആണെങ്കിൽ എന്തുണ്ട്, വളരെ വലിയൊരു പുരോഗതി നമുക്ക് കരഗതമാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം വൈജ്ഞാനിക മേഖലയിലുള്ള സംഗതികളാണ്. ധാരാളം പുസ്തകങ്ങൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഉറുദുവിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അറബി ടു മലയാളം വയ ഉറുദു എന്നുള്ള നിലയിൽ കണ്ടമാനം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ആവശ്യമാണ്. ധാരാളം പ്രസിദ്ധീകരണങ്ങളും മറ്റും നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് വിവിധ ഭാഷകളിലൂടെ കടന്നു വരുന്ന വിധത്തിലുള്ള പ്രക്രിയ രൂപപ്പെടുത്തിയെടുക്കുന്നതും നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന സംഗതികളാണ്.
അങ്ങനെയുള്ള എല്ലാ ഡൈമെൻഷനുമുള്ള ഒരു കോളേജാണ് നിങ്ങൾ കൊടുക്കുന്നത്. മാത്രമല്ല വെറുതെ അങ്ങ് പഠിച്ചു പോയിട്ട് ഡിഗ്രി കിട്ടിയിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന തത്വമെന്ന് പറയുന്നത് മാനവ വിഭവശേഷിയുടെ വളർച്ചയാണ്. എന്താണ് വിഭവശേഷി? ആ വിഭവശേഷി ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് ഉതകുന്ന വിദ്യാഭ്യാസമാണ് നാഫിയായിട്ടുള്ള ഇൽമെന്ന് നാം വിളിക്കുന്നത്. ആ നാഫിയായിട്ടുള്ള ഇൽമ് സമ്പാദിക്കാൻ കഴിയുന്ന, അതിന് ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന, ദഅവാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ പരലോകത്തിലേക്കുള്ള സമ്പാദ്യമായി മാറാനിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ ഘടനയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. നല്ലൊരു സംഗതിക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. പഠിച്ചവൻ നമുക്ക് നല്ലത് തോന്നിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിൽ വന്നത്. ഇനി അങ്ങോട്ട് ഇത് വലിയ വിജയമാക്കാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നല്ല സദസ്സിൽ വന്നു ചേരുവാൻ എനിക്ക് അവസരമുണ്ടാക്കിയതിന് സംഘാടകരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ വെബ്സൈറ്റ് പ്രേക്ഷകർക്കായി തുറന്നു കൊടുത്തതായി അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വളരെ ശ്രദ്ധേയമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ബഹുമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് ഈ ജാമ്യയുടെ പേരിൽ പ്രത്യേകമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ഊന്നി പറഞ്ഞത്. ഒന്ന്, ബഹുഭാഷാ പണ്ഡിതരായ ദഅവാ പ്രവർത്തകരുടെ അഭാവം പ്രകടമാണ്. ആ രംഗത്താണ് ജാമിയ ആദ്യമായി സംഭാവന അർപ്പിക്കേണ്ടത്. ജാമിയയെ സംബന്ധിച്ച് ആലോചിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തയും യഥാർത്ഥത്തിൽ അതുതന്നെയാണ്. പ്രത്യേകിച്ചും ഇവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അറബിക്കാണ്. ഈ ക്യാമ്പസിൽ അറബിക്കാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് മാത്രമല്ല, അറബിക്കിനോടൊപ്പം തന്നെ ഇംഗ്ലീഷും ഉറുദുവും ഒരുപോലെ സംസാരിക്കുവാനും മലയാളത്തിൽ പ്രത്യേകമായ പരിജ്ഞാനം ലഭ്യമാക്കുവാനുമുള്ള സിലബസാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷവും പുറത്ത് ഉത്തരേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം ആസാമിലെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അറബി മീഡിയം എന്ന നിലയിൽ വന്ന് പഠിക്കുവാനും ഇവിടെ നിന്ന് യഥാർത്ഥമായ തൗഹീദിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ഉണ്ടാക്കിയ വിപ്ലവം പോലുള്ള ഒരു വിപ്ലവം സാധിപ്പിക്കുമാറുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ജാമിയയുടെ സ്വപ്നം ആയി ഇതിന്റെ ആളുകൾ കണ്ടിട്ടുള്ളത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ കാര്യം ഈ അറബി ഭാഷയുടെ പ്രാധാന്യമാണ്. ഇനി വരാനിരിക്കുന്ന ഭാവി അറബി ഭാഷയും അതോടൊപ്പം ഇംഗ്ലീഷോ ഉറുദുവോ കൈകാര്യം ചെയ്യുവാൻ ശേഷിയുള്ള ആളുകൾക്കാണ് ഡിമാൻഡ് എന്നുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ മൂന്നാമതായി ട്രാൻസ്ലേഷൻ രംഗത്ത് അറബിയിൽ നിന്നും മറ്റും മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഭാഷയിലുള്ള മലയാളത്തിലുള്ള പുസ്തകങ്ങളെ മറ്റ് ഇതര ഭാഷകളിലേക്ക്, പ്രത്യേകിച്ച് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവണം എന്നാണ് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ജാമിയയും അതുപോലെ തന്നെ അതിന് കീഴിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളും ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മലപ്പുറത്തിന് സമീപം നമ്മൾ അതിനായി കണ്ടുവച്ചിട്ടുള്ള 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് അതിന് തക്കതായ ഒരു ക്യാമ്പസ് ഉണ്ടാവണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് കൂടി ബഹുമാന്യനായ ബഷീർ സാഹിബിനെ അറിയിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പാർട്ടിയുടെ ഒരു യോഗത്തിനിടയിൽ നിന്നും ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ ശ്രമിക്കുകയും അതിനായി അദ്ദേഹം ഒരൽപ്പം വൈകിയാണെങ്കിലും എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള സന്തോഷം ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ ഈ സമ്മേളനത്തിന്റെ സമാപനം എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ ഹംസ മദീനിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.